നമുക്കിപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാറുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇതിനൊരു മറുപടി വേണം. കാരണം CPM-ൽ നേരിട്ട വലിയ അവഗണന 42 വർഷത്തിന് ശേഷം ഒരു നേതാവിനെ BJP ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. അത് സംഭവിച്ചിരിക്കുന്നത് ചിറയൻകീഴ് പോലൊരു മണ്ഡലത്തിലാണ്. ഇന്ന് അങ്ങയുമായി സംവദിക്കാൻ ഞങ്ങൾ ക്ഷണിച്ചത് മധു മുല്ലശ്ശേരിയാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം ചർച്ചയ്ക്ക് വരാൻ തയ്യാറായില്ല. പകരം BJP പ്രതിനിധിയാണ് ഒടുവിൽ നമുക്ക് ഈ ചർച്ചയ്ക്ക് അങ്ങയോടൊപ്പം സംവദിക്കാൻ കിട്ടിയത്. അതെന്തുമാവട്ടെ, പക്ഷേ മധു മുല്ലശ്ശേരി എന്ന നിങ്ങളുടെ ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഇത്ര ദൂരമേ ഉള്ളോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവസരവാദികളുണ്ടാകുന്നത് പുതിയ ഒരു കാര്യമല്ല. എല്ലാ കാലത്തും ഒറ്റുകാരും അവസരവാദികളും തെറ്റായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെയൊക്കെ അവഗണിച്ചും നേരിട്ടും തന്നെയാണ് ലോകത്തെ വിപ്ലവ പ്രസ്ഥാനം, നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതേപോലെ തന്നെ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനം ഒക്കെ മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട അരുൺ പറയുമ്പോൾ എനിക്കൊരു ചെറിയ തെറ്റുതിരുത്തലുണ്ട്. ചിറയൻകീഴിൽ എന്തോ ഒരു പ്രത്യേക കാര്യം BJP-ക്ക് നേട്ടമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോയി കേട്ടോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലാവട്ടെ, തിരുവനന്തപുരം നഗരമാകട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, എന്തായിരുന്നു ഫലം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിലയും അവിടെ BJP-ക്കില്ല, UDF-നില്ല. ഇടതുപക്ഷമാണ് മേൽക്കൈ ഉണ്ടായതെന്ന് തൂത്തുവാരിയ ഒരു വിജയം തിരുവനന്തപുരം ജില്ലയിലുണ്ടായി. ഇപ്പോൾ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കരയുടെ ഫലത്തിലും LDF ആത്മവിശ്വാസം കൊള്ളുന്നതിന് പ്രധാനപ്പെട്ട കാരണം LDF 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. ചേലക്കര അതല്ല. കേരള രാഷ്ട്രീയത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന LDF UDF തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി ഞങ്ങൾ കരുത്ത് തെളിയിച്ചു. സ്വാഭാവികമായും പാലക്കാടെന്നല്ല കേരളത്തിലാകെ ഒരു പ്രവണത ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിന്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷത്തിന്, ലോകസഭയിൽ വരുമ്പോൾ വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ മാറ്റം ലോക്സഭയിൽ, നിയമസഭയിൽ 1-ാം സ്ഥാനത്തെത്തിയത് BJP-ആണ്. അതെ, അത് വളരെ ശരിയായ കാര്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താണ്? നിയമസഭയിലും 1-ാം സ്ഥാനത്ത് UDF എത്തിയ പല സ്ഥലങ്ങളിലും പിന്നീട് നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2019 ശേഷമുള്ള അനുഭവം എന്താണ്? ജനങ്ങൾ LDF-നെ സ്വീകരിച്ചു. 35 സീറ്റ് കിട്ടുമെന്ന് കരുതി സ്വീകരണം നിർത്തിയ BJP-ക്ക് എന്ത് സംഭവിച്ചു? ആളുകൾ നല്ല ധാരണയുള്ളവരാണ്. നിയമസഭയിലേക്ക് എന്തിനാണ് ഈ തമ്മിലടിക്കുന്ന കൂട്ടരെ മത്സരിപ്പിക്കുന്നത്? നിയമസഭയിലേക്ക് എന്തിനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യുന്നത്? ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജമാഅത്തെ ഇസ്ലാമി, SDPI, അവർക്ക് പ്രാമുഖ്യം കിടക്കുന്ന മുസ്ലിം ലീഗിന് പ്രാമാണികത്വം കൊടുക്കുന്ന ഒരു കേരളം എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഇതൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിൻ്റെ മുല്ലശ്ശേരി കുടുംബവും നായർ കുടുംബവും പോയാൽ വലിയ ആഘാതമുണ്ടാകുമെന്നാണ് മധു മുല്ലശ്ശേരി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് പോയി, അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് ആളുകൾ വരാൻ പോകുന്നുവെന്ന് BJP സംസ്ഥാന നേതൃത്വം പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ചിറയൻകീഴ് മണ്ഡലത്തിൽ RSS-നൊക്കെ നല്ല വേരുകളുള്ള ഇടമാണ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പല ജാതി രാഷ്ട്രീയങ്ങൾക്കും നല്ല സമവാക്യങ്ങളൊക്കെ ഉണ്ട്, ഇക്വേഷൻസൊക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ 42 വർഷം നിങ്ങളുടെ പാർട്ടിയിലെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന ഒരാൾ ഇപ്പോൾ BJP ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. എൻ്റെ ചോദ്യം അതാണ്, സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുന്നത്? അനിൽകുമാർ, താങ്കൾ അവസരവാദി എന്നൊരൊറ്റ വാക്കിൽ അത് ഒതുക്കി. അതെ, ഞങ്ങൾക്കിത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പുതിയ അനുഭവമല്ല. ഞങ്ങളുടെ ഒരു MLA ഉണ്ടായിരുന്നു, ശെൽവരാജ്. എന്താ സംഭവിച്ചത്? LDF-ന് 68, UDF-ന് 72. ഇപ്പോൾ 2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിക്ക് കൂടെയുള്ള ഘടകകക്ഷികളെ വിശ്വാസം വന്നില്ല. ഒരു കാലുമാറ്റത്തിന് എവിടെ നിന്നെങ്കിലും വഴി തേടി UDF. അവർ കാലുമാറ്റത്തിന് വഴി തേടിയപ്പോൾ CPM-നെ സംബന്ധിച്ച് സംഘടനാപരമായ തെറ്റുകളുടെ പേരിൽ നടപടിക്ക് വിധേയനാകാൻ തക്കവണ്ണം ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ഒരു MLA ഉണ്ടായിരുന്നു, ശെൽവരാജ്. PC ജോർജും ശെൽവരാജും ചേർന്ന് ഒരു കൂട്ടുകച്ചവടം നടത്തി. അവസാനം ശെൽവരാജ് എവിടെ പോയി? അപ്പോൾ ശെൽവരാജിൻ്റെ പിന്നാലെ ഒരു മുല്ലശ്ശേരി ഉണ്ടായി എന്ന് വിചാരിച്ച് ഞങ്ങളെ വല്ലതും ബാധിക്കുന്ന കാര്യമാണോ?
പക്ഷെ നോക്കൂ, ഇത്തരം നിങ്ങളുടെ അവസരവാദികളൊക്കെ ചിറയൻകീഴ് ലോക പാർട്ടിയുടെ ചരിത്രത്തിൽ വളർച്ചയ്ക്ക് സഹായിച്ച ഒരു ഏരിയ സെക്രട്ടറി അല്ലേ അയാൾ? പറയുന്നതനുസരിച്ച് 27 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ? ആ പാർട്ടി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് താൻ കാരണമായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 14 വർഷം പാർട്ടി ഘടകങ്ങളുടെ സെക്രട്ടറിയേറ്റിരുന്ന ആളാണ്. ഞാൻ കോട്ടയത്തൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി പാർട്ടി മെമ്പർമാരുടെ തന്നെ പിരിവെടുത്ത് 53 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടാണ് കൂട്ടിക്കൽ 25 വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ചത്. 25 വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ചത് 4000-ഓളം പാർട്ടി മെമ്പർമാർ കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ മാത്രമാണ്. അങ്ങനെ 53 ലക്ഷം രൂപ പിരിച്ചു കൊടുത്ത പൊതുകാര്യത്തിന് ഇപ്പം തന്നെ CPM-ൻ്റെ അംഗങ്ങളും വർഗബഹുജന സംഘടനകളും കൂടി 50 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വയനാട്ടിൽ കൊടുത്തത്. അപ്പോഴാണോ ഈ മധു മുതലേശ്വരിയുടെ 27 ലക്ഷമായിട്ട് അരുൺ വരുന്നത്? നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത് ഈ പാർട്ടിയെക്കുറിച്ച്? ഏതാണ്ട് 5.5 ലക്ഷം ആളുകൾ പാർട്ടി അംഗങ്ങൾ, ലക്ഷക്കണക്കിന് അനുഭാവികൾ, അവരൊക്കെ തന്നെ ത്യാഗനിർഭരമായി കൈപോയവര്, കാലുപോയവര്, ജീവിതം ഒരാളല്ല 3 പേര്. ഇത്തരം അവസരവാദികൾ വന്നാൽ അവസരവാദികൾ ഓ അതെ, അവസരവാദികൾ പോയാൽ പാർട്ടി ശക്തിപ്പെടുകയുള്ളൂ. Debate with Dr. Arun Kumar.